നമസ്കാരം, KCN വാർത്തയിലേക്ക് സ്വാഗതം. എല്ലാ വായനക്കാർക്കും KCN ന്യൂസിന്റെ നന്മ നിറഞ്ഞ വിഷുദിനാശംസകൾ. ആദ്യം പ്രധാന സംഭവങ്ങൾ. മനസ്സിൽ ആഹ്ലാദത്തിന്റെ കൊന്ന പൂത്തു, നാടും നഗരവും വിഷുലഹരിയിൽ. ഗാസി കേസ് CBI പുനരന്വേഷണം തുടങ്ങി. അന്വേഷണം തിരുവനന്തപുരം യൂണിറ്റിലെ സൂപ്രണ്ട് ഡാർവിന്റെ നേതൃത്വത്തിലുള്ള സംഘത്തിന്. കവലപ്രസംഗങ്ങളിൽ സമയം പാഴാക്കുന്നില്ല. സ്ഥാനാർത്ഥികൾ വോട്ടർമാരെ നേരിട്ട് കണ്ട് വോട്ടഭ്യർത്ഥിക്കുന്ന തിരക്കിൽ. കാഞ്ഞങ്ങാട് നഗരത്തിലെ ട്രാൻസ്ഫോമറിൽ തീ പടർന്നു. ഒഴിവായത് വൻ ദുരന്തം. മധൂർ ക്ഷേത്ര മഹോത്സവം തുടങ്ങി. വിഷുനാളിൽ ദീപോത്സവം. അഖില കേരള നാടകോത്സവം 16-ന് തുടങ്ങും. ആതിഥ്യമരുളി ജ്വാല കരുവാക്കോട്. നാടും നഗരവും വിഷുലഹരിയിൽ. കാർഷിക സമൃദ്ധിയുടെ ആഘോഷമായ വിഷുവിന്റെ തലേന്ന് വൻ തിരക്കാണ് കാസർഗോഡ് നഗരത്തിൽ അനുഭവപ്പെട്ടത്. ഐശ്വര്യത്തിൻ്റെയും കാർഷിക സമൃദ്ധിയുടെയും ആഘോഷമായ വിഷുവിൻ്റെ ലഹരിയിലാണ് നാടും നഗരവും. ആഘോഷത്തിൻ്റെ ഭാഗമായി ക്ഷേത്രങ്ങളിലും വീടുകളിലും വിഷുക്കണിയൊരുക്കും. പൂത്തുനിൽക്കുന്ന കൊന്നയുടെ അഴക് സമൃദ്ധിയുടെ അടയാളമായി മാറുമ്പോൾ ആഘോഷത്തിൻ്റെ ആഹ്ലാദത്തിലാണ് നാടും നഗരവും. വിഷുവിനെ വരവേൽക്കാനുള്ള തയ്യാറെടുപ്പിനിടയിൽ ബുധനാഴ്ച നഗരം തിരക്കിൽ വീർപ്പുമുട്ടി. പച്ചക്കറി സ്റ്റാളുകളിലും പൂവിൽപ്പന കേന്ദ്രങ്ങളിലും വൻ തിരക്ക് അനുഭവപ്പെട്ടു. പടക്ക വിൽപ്പന കടകളിലും രാവിലെ മുതൽ വൻ തിരക്കായിരുന്നു. എന്തായാലും പുതിയ കാഴ്ചകളും പുതിയ സ്വപ്നങ്ങളും കണി കാണാനുള്ള ആഗ്രഹത്തിലാണ് മലയാളികൾ. ഗാസി കേസ് പുനരന്വേഷണം ആരംഭിച്ചു. CBI തിരുവനന്തപുരം യൂണിറ്റിലെ സൂപ്രണ്ട് ഡാർവിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് കാസർഗോഡ് എത്തിയത്. സമസ്തയുടെ ഉപാധ്യക്ഷനും കീഴൂർ മംഗലാപുരം ഖാസിയും പ്രമുഖ മതപണ്ഡിതനുമായ CM അബ്ദുള്ള മൗലവിയുടെ ദാരുഹ മരണത്തെക്കുറിച്ച് പുനരന്വേഷണം നടത്താനാണ് CBI സംഘം കാസർഗോഡ് എത്തിയത്. ആദ്യം അന്വേഷിച്ച സംഘം ഖാസിയുടെ മരണത്തിൽ ദുരൂഹതകളില്ലെന്ന് പറഞ്ഞ് റിപ്പോർട്ട് കോടതിയിൽ ഹാജരാക്കുകയായിരുന്നു. എന്നാൽ ഇത് അംഗീകരിക്കാൻ ആക്ഷൻ കമ്മിറ്റിയും ബന്ധുക്കളും തയ്യാറായില്ല. ഈ ഹർജിയെ ചോദ്യം ചെയ്ത് പുനരന്വേഷണം ആവശ്യപ്പെട്ട് കോടതിയിൽ അപേക്ഷ നൽകിയതിന്റെ പശ്ചാത്തലത്തിലാണ് പുനരന്വേഷണം നടത്തണമെന്ന തീരുമാനത്തിനായി കോടതി ഉത്തരവിട്ടത്. മെയ് 27-നകം റിപ്പോർട്ട് സമർപ്പിക്കാൻ CBIയോട് കോടതി ആവശ്യപ്പെട്ടിരിക്കുകയാണ്. 2010 ഫെബ്രുവരി 15-നാണ് ഖാസിയെ കീഴൂർ കടുക്കക്കല്ല് കടവിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. നഗരത്തിലെ ട്രാൻസ്ഫോമറിൽ തീ പടർന്നത് പരിഭ്രാന്തി പരത്തി. കാഞ്ഞങ്ങാട് ബസ് സ്റ്റാൻഡ് പരിസരത്തെ ട്രാൻസ്ഫോമറിൽ നിന്നാണ് തീയും പുകയും ഉയർന്നത്. കാഞ്ഞങ്ങാട് ബസ് സ്റ്റാൻഡ് പരിസരത്ത് ഐവ ടെക്സൈസിന് സമീപത്തെ ട്രാൻസ്ഫോമറിൽ നിന്നാണ് തീയും പുകയും ഉയർന്നത്. ഉച്ചയോടെയാണ് സംഭവം. വിഷുത്തിരക്കിൽ നഗരം അലിഞ്ഞപ്പോൾ പൊടുന്നനെ തീ പടർന്നത് ആളുകളെ പരിഭ്രാന്തരാക്കി. സമീപവാസികൾ ഓടിയെത്തി തീയണച്ചു. കാഞ്ഞങ്ങാട്ട് നിന്ന് ഫയർഫോഴ്സും സ്ഥലത്തെത്തി പരിശോധന നടത്തി അപകടമില്ലെന്ന് ഉറപ്പുവരുത്തിയാണ് മടങ്ങിയത്. മധൂർ ശ്രീ മദനന്തേശ്വര സിദ്ധിവിനായക ക്ഷേത്രത്തിലെ വാർഷിക മഹോത്സവത്തിന് കൊടിയേറി. വിഷുനാളിൽ ദീപോത്സവവും കണിയുടെ വിശേഷ ബലിയും നടക്കും. 5 ദിവസങ്ങളിലായി നടക്കുന്ന വാർഷിക മഹോത്സവത്തിൻ്റെ ഭാഗമായാണ് ബുധനാഴ്ച രാവിലെ 9 മണിക്ക് കൊടികയറൽ ചടങ്ങ് നടന്നത്.
വിഷുനാളിൽ രാവിലെ 5 മണിക്ക് ദീപോത്സവത്തോടെ അന്നേ ദിവസത്തെ ഉത്സവ പരിപാടികൾക്ക് തുടക്കമാവും. ഏപ്രിൽ 15-ന് വിവിധങ്ങളായ കലാപരിപാടികൾ നടക്കും. ഏപ്രിൽ 17-ന് രാവിലെ 7 മണിക്ക് നട തുറക്കും. വിശേഷാൽ പൂജകൾക്ക് ശേഷം 9 മണിക്ക് കഥാപ്രസംഗവും 10 മണിക്ക് യക്ഷഗാന വൈഭവവും രാത്രി 11 മണിക്ക് വൈദ്യുത ദീപാലങ്കാരത്തോടു കൂടിയ ക്ഷേത്രകുളത്തിൽ ദേവന്റെ ഭക്തി നിർഭര സ്നാനത്തോടെ ഉത്സവത്തിന് പരിസമാപ്തിയാകും. ജ്വാല കരുവാക്കോട് ആതിഥ്യമരുളുന്ന അഖില കേരള നാടകോത്സവം ഏപ്രിൽ 16-17 തീയതികളിൽ നടക്കും. പ്രശസ്ത നാടക സംവിധായകനും നടനുമായ ഇബ്രാഹിം വെങ്ങര ഉദ്ഘാടനം ചെയ്യും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ അറിയിച്ചു. ഉത്തര മലബാറിന്റെ കലാ സാംസ്കാരിക സാമൂഹ്യ രംഗത്ത് കഴിഞ്ഞ 2.5 ദശാബ്ദക്കാലം വേറിട്ട പ്രവർത്തനങ്ങളുമായി തനത് മുദ്ര പതിപ്പിച്ച ജ്വാല കരുവാക്കോടിന്റെ രജത ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായാണ് അഖില കേരള നാടകോത്സവം സംഘടിപ്പിക്കുന്നതെന്ന് ക്ലബ് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. നാടകത്തിനു വേണ്ടി ജീവിതം സമർപ്പിച്ച ഒരാൾ ജോക്കി എന്ന നാടകത്തിലൂടെ ജ്വാലയെ ദേശീയ മത്സരവേദിയിലേക്ക് എത്തിച്ചൊരു മഹാനായ കലാകാരൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി അദ്ദേഹം ഇപ്പം നമ്മളോടൊപ്പം ഇല്ല. അദ്ദേഹത്തിൻ്റെ പേരിലുള്ള വേദിയിലാണ് ഈ മത്സരം നടക്കുന്നത്. ഈ പരിപാടി നമ്മൾ ഒരുപാട് നാടക സംഘങ്ങളെ സമീപിക്കുകയും വളരെ സെലക്റ്റീവായിട്ടുള്ള നാടകങ്ങളാണ് നമ്മൾ അതിനു വേണ്ടിയിട്ട് ഇപ്പോൾ തിരഞ്ഞെടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൽ 2 ദിവസം നീണ്ടു നിൽക്കുന്ന നാടകോത്സവം, അതിനോടൊപ്പം നാടക പ്രതിഭയായിട്ടുള്ള ഇബ്രാഹിം വെങ്ങര സാറിനെ കൊണ്ടാണ് നമ്മൾ ഈ നാടകോത്സവം ഉദ്ഘാടനം ചെയ്യിക്കുന്നത്. അപ്പോൾ നമ്മുടെ ജില്ലയിലെ പ്രമുഖ സാഹിത്യകാരനും പുരോഗമന കലാസാഹിത്യ സംഘത്തിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡൻറ്റുമായിട്ടുള്ള നമ്മുടെ PVK പനയാൽ മാഷയുടെ അധ്യക്ഷതയിലാണ് യോഗം നടക്കുക. ഇതോടനുബന്ധിച്ച് ഏപ്രിൽ 17-ന് ഞായറാഴ്ച വൈകുന്നേരം നാടക സംവാദവും നടക്കും. കേരളത്തിലെ ഗ്രാമീണ നാടകവേദി ഇന്നലെ, ഇന്ന്, നാളെ എന്നതാണ് വിഷയം. സാഹിത്യ നിരൂപകൻ EP രാജഗോപാലൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്യും. ചലച്ചിത്ര താരം ബാലു ആനൂർ മുഖ്യാതിഥിയായി പങ്കെടുക്കും. വാർത്താ സമ്മേളനത്തിൽ അംബുജാക്ഷൻ മാസ്റ്റർ, വിനു കരുവാക്കോട്, ശിവരാമൻ മാസ്റ്റർ, K ബാലകൃഷ്ണൻ, അശോകൻ രചന, അഭിലാഷ്, മുകേഷ് തുടങ്ങിയവർ പങ്കെടുത്തു. ഇനി കൊടിപ്പൂരം. കവലപ്രസംഗങ്ങളിൽ സമയം പാഴാക്കുന്നില്ല. വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ടഭ്യർത്ഥിക്കുന്ന തിരക്കിലാണ് കാസർഗോഡ് നിയമസഭാ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികൾ. കവലപ്രസംഗങ്ങളും വൻ സമ്മേളനങ്ങളും വോട്ടായി മാറില്ലെന്ന് തിരിച്ചറിഞ്ഞ സ്ഥാനാർത്ഥികൾ വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ടഭ്യർത്ഥിക്കുന്ന തിരക്കിലാണ്. 1-ാം ഘട്ട പര്യടനം പൂർത്തിയാക്കിയവർ 2-ാം ഘട്ടത്തിലും വോട്ടർമാരുടെ ഇടയിൽ തന്നെയാണ്. കാസർഗോഡ് നിയോജക മണ്ഡലത്തിലെ 3 പ്രമുഖ സ്ഥാനാർത്ഥികളും വീടുകളും സ്ഥാപനങ്ങളും കയറിയിറങ്ങി തങ്ങളുടെ ബന്ധങ്ങൾ പുതുക്കുകയും വോട്ട് ചോദിക്കുകയുമാണ് ചെയ്യുന്നത്. ആഘോഷ കേന്ദ്രങ്ങളിലേക്കും ആൾക്കൂട്ടങ്ങളിലേക്കും അവരെത്തുന്നു. അതിരാവിലെ തുടങ്ങുന്ന പര്യടനം രാത്രി ഏറെ വൈകും വരെ നീളുന്നു. അതിനിടെ കൊച്ചു കുടുംബ യോഗങ്ങളും ചെറിയ ചെറിയ കൺവെൻഷനുകളും മാത്രം സംഘടിപ്പിക്കുന്നു. UDF സ്ഥാനാർത്ഥി NA നെല്ലിക്കുന്നും LDF സ്ഥാനാർത്ഥി ഡോക്ടർ AA അമീനും BJP സ്ഥാനാർത്ഥി കുണ്ടാർ രവീശ തന്ത്രിയും പ്രചാരണ രംഗത്ത് ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നടത്തുന്നത്. മറ്റു വാർത്തകളിലേക്ക്. ജില്ലാ വിദ്യാഭ്യാസ വികസന വേദിയുടെ നേതൃത്വത്തിൽ ഗവൺമെന്റ് കോളേജിൽ കരിയർ ഗൈഡൻസും എഡ്യൂക്കേഷൻ ഫെസ്റ്റും നടക്കും. ഏപ്രിൽ 16-നാണ് പരിപാടി. ഏപ്രിൽ 16-ന് രാവിലെ 9:30-ന് ഹൈദരാബാദ് ദേശീയ സമുദ്ര വിവര സേവന കേന്ദ്രം വകുപ്പ് മേധാവിയും സീനിയർ സയന്റിസ്റ്റുമായ ഡോക്ടർ TM ബാലകൃഷ്ണൻ നായർ ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് കരിയർ ഗൈഡൻസ് രംഗത്തെ പ്രഗത്ഭരായ ഡോക്ടർ TP സേതുമാധവൻ കരിയർ ഗൈഡൻസ് ക്ലാസ് എടുക്കുമെന്നും സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കാസർഗോഡ് ജില്ലാ വിദ്യാഭ്യാസ വികസന വേദിയുടെ നേതൃത്വത്തിൽ ഈ ഏപ്രിൽ 16-ന് എഡ്യൂക്കേഷൻ ഫെസ്റ്റും കരിയർ ഗൈഡൻസ് ക്ലാസ്സുമാണ് നടത്തുന്നത്. രാവിലെ 9:30-ന് തന്നെ ആരംഭിക്കും. നല്ല ടൈം ഷെഡ്യൂളൊക്കെ കൃത്യമായി ഫിക്സ് ചെയ്തിട്ടാണ്. ഹൈദരാബാദ് ദേശീയ സമുദ്ര വിവര സേവന കേന്ദ്രം ഇൻകോയിസിൻ്റെ വകുപ്പ് മേധാവിയും ഈ മേഖലയിലെ ഏറ്റവും സീനിയർ സയൻറ്റിസ്റ്റുമായ നമ്മുടെ കാസർഗോട്ടുകാരനായ ഡോക്ടർ TM ബാലകൃഷ്ണൻ നായർ ആണ് ഈ എഡ്യൂക്കേഷൻ ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്യുന്നത്. SSLC മുതൽ കോളേജ് തലം വരെയുള്ള വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും ഇതിൽ പങ്കെടുക്കാം. ഇതോടൊപ്പം ജില്ലയിലെ വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ സ്റ്റോളുകളും ഉണ്ടാകുമെന്നും സംഘാടകർ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ പ്രൊഫസർ KP ജയരാജൻ, P ഗോപിനാഥ്,
കെ ബാലൻ, MO വർഗീസ്, ഫറൂഖ് കാസ്മി തുടങ്ങിയവർ പങ്കെടുത്തു. എതിർത്തോട് മുഹയ്യദ്ദീൻ ജുമാ മസ്ജിദ് കമ്മിറ്റിയുടെ കുത്തിബിയത്ത് 28ാം വാർഷികം ഏപ്രിൽ 14 മുതൽ 18 വരെ നടക്കും. ഇതിന്റെ ഭാഗമായി പ്രമുഖ മത പണ്ഡിതന്മാർ പ്രഭാഷണം നടത്തും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. എതിർത്തോട് മൊഹിയുദ്ദീൻ ജുമാ മസ്ജിദ് അങ്കണത്തിൽ നടക്കുന്ന സമ്മേളനം പ്രൊഫസർ അലിക്കുട്ടി മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്യും. മുഹമ്മദ് ഹസൻ ദാരിമി മുഖ്യപ്രഭാഷണം നടത്തും. ഏപ്രിൽ 15 വെള്ളിയാഴ്ച KS അലിക്കോയ തങ്ങൾ കുമ്പോലിന്റെ പ്രാർത്ഥനയോടെ പരിപാടികൾക്ക് തുടക്കമാവും. തുടർന്ന് സലീം നദ്വി പ്രഭാഷണം നടത്തുമെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 5 ദിവസം നീണ്ടു നിൽക്കുന്ന മതപ്രഭാഷണ പരമ്പരയും 2016 ഏപ്രിൽ 14 മുതൽ 18 കൂടിയ ദിവസങ്ങളിൽ വെച്ച് നടത്തുവാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതിൻ്റെ ഉദ്ഘാടനം 2016 ഏപ്രിൽ 14-ാം തീയതി വ്യാഴാഴ്ച മഗ്രിബ് നിസ്കാരാനന്തരം UM അബ്ദുറഹ്മാൻ മുസ്ലിയാർ പ്രസ്തുത പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതായിരിക്കും. തുടർന്നുള്ള ദിവസങ്ങളിൽ മജീദ് ബാഖവി, അനീഫ് നിസാമി മൊഗ്രാൽ, നൌഫൽ ഹുദുവി തുടങ്ങിയവർ പ്രഭാഷണം നടത്തും. സമാപന ദിവസം രാത്രി കുത്തുബിയത്തിനു ശേഷം പ്രഭാഷണവും അന്നദാന വിതരണവും നടക്കും. വാർത്താ സമ്മേളനത്തിൽ മുഹമ്മദ് ഹുസൈൻ ദാരിമി, ബേർക്ക ഹുസൈൻ കുഞ്ഞി ഹാജി, അബൂബക്കർ കാട്ടക്കുച്ചി, K മുഹമ്മദ്, Y അബ്ദുൽ ഖാദർ തുടങ്ങിയവർ പങ്കെടുത്തു. ചിനാൽ ദാറുൽ മുജാഹിദ് എഡ്യൂക്കേഷൻ സെന്ററിന്റെ 6ാം വാർഷികം ഏപ്രിൽ 16, 17 തീയതികളിൽ നടക്കും. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ മുഖ്യപ്രഭാഷണം നടത്തും. ഏപ്രിൽ 15 മുഹമ്മദ് ആറ്റുക്കോയ തങ്ങൾ മാണിമൂല പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകും. അബ്ദുൽ ഖാദർ മദനി പള്ളങ്കോട് ഉദ്ഘാടനം ചെയ്യും. ജലാലുദ്ദീൻ അൽ ബുഖാരി അധ്യക്ഷത വഹിക്കുമെന്നും ഭാരവാഹികൾ മഞ്ചേശ്വരത്ത് വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ മുഖ്യപ്രഭാഷണം നടത്തും. 16 സമാപന സമ്മേളനത്തിൽ മുഹമ്മദ് ആറ്റുക്കോയ തങ്ങളുടെ അധ്യക്ഷതയിൽ ഹുസൈൻ സാദി KC റോഡ് മുഖ്യപ്രഭാഷണം നടത്തുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. മഞ്ചേശ്വരം മേഖലയിൽപ്പെട്ട പഞ്ചായത്തിലെ ദാറുൽ മുജാഹിദ് എഡ്യൂക്കേഷൻ സെന്റർ ശ്രീനഗർ ചിനാല ചിഗുറുപാത 6ാം വാർഷിക അജ്മീർ മൗലീദ് ഏപ്രിൽ 15, 16 തീയതികളിൽ നടക്കുന്നു. സുന്നി യുവജന സംഘം കാസർഗോഡ് ജില്ലാ വൈസ് പ്രസിഡന്റ് സയ്യിദ് അഹമ്മദ് ജലാലുദ്ദീൻ ബുഖാരി തങ്ങളുടെ അധ്യക്ഷതയിൽ ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് ആറ്റക്കോയ തങ്ങൾ മാണിമൂലയുടെ പ്രാർത്ഥനയോടെ പരിപാടി തുടക്കം കുറിക്കുന്നു. വാർത്താ സമ്മേളനത്തിൽ ഖാദർ സഖാഫി, സയ്യിദ് മുഹമ്മദ് ആറ്റുക്കോയ തങ്ങൾ, ആസിഖ് സഖാഫി, അനീസ് സഖാഫി, ഇബ്രാഹിം മുസ്ലിയാർ, ഇസ്ബാൻ കുഞ്ഞ് തുടങ്ങിയവർ പങ്കെടുത്തു. ചരിത്രപ്രസിദ്ധമായ കന്നാട മഖാമുറൂസ് ഏപ്രിൽ 15 മുതൽ 18 വരെ നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മടിക്കെ കന്നാടം മഖാമുറൂസിന്റെ ഭാഗമായി സ്വലാത്ത് വാർഷികം, മതപ്രഭാഷണം, സാംസ്കാരിക സമ്മേളനം, മൗലീദ് പാരായണം, അന്നദാനം തുടങ്ങിയവ നടക്കും. മഖാം സിയാറത്ത് അൽഹജ് EK മുഹമ്മദ് മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്യും. ഇബ്രാഹിം ഖലീൽ ഉദ്വി മുഖ്യപ്രഭാഷണം നടത്തും. ഏപ്രിൽ 18 മൗലീദ് പാരായണവും അന്നദാനവും നടക്കും. കാഞ്ഞങ്ങാട് നടന്ന വാർത്താ സമ്മേളനത്തിൽ അബ്ദുൽ ലത്തീഫ്, സലാം PK, സത്തർ കുന്നുങ്കൈ, PP അബ്ദുൽ റഹീം, ഷംസുൽ ഹമീദ്, KP ഷെരീഫ് എന്നിവർ സംബന്ധിച്ചു. DYFI കിഴക്കുംകര മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഉത്തരമേഖല കമ്പവലി മത്സരം സംഘടിപ്പിച്ചു. നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്നായി നിരവധി പേരാണ് മത്സരം കാണാൻ ഒഴുകിയെത്തിയത്. DYFI കിഴക്കുംകര മേഖലാ കമ്മിറ്റി സംഘടിപ്പിച്ച ഉത്തരമേഖലാ കമ്പവലി മത്സരം കിഴക്കുംകരെ ആവേശത്തിലാഴ്ത്തി. സ്ത്രീകളെയും കുട്ടികളെയും അടക്കം നൂറുകണക്കിന് ആളുകൾ എത്തിയ മത്സരം സാന്ത്വനത്തിന്റെ വേദിയുമായി. മത്സരത്തിലൂടെ ലഭിച്ച പണവും യങ്സ്റ്റാർ കുശവൻകുന്ന് പ്രവർത്തകരൊരുക്കിയ കൂപ്പണിലൂടെ ലഭിച്ച പണവും ക്യാൻസർ ബാധിതയായ അതിയാമ്പൂരിലെ P രാധയുടെ ചികിത്സാ ചെലവിലേക്ക് നൽകി. മത്സരം CPM ജില്ലാ കമ്മിറ്റി അംഗം M പൊക്ലൻ ഉദ്ഘാടനം ചെയ്തു. K വിശ്വനാഥൻ അധ്യക്ഷനായി. AV സഞ്ജയൻ, ശിവജി വെള്ളിക്കോത്ത്, PK നിഷാന്ത്, K മോഹനൻ, രാജേഷ് മണലിൽ എന്നിവർ സംസാരിച്ചു. KK പ്രദേശ് വിജയികളായി. 7 സ്റ്റാർ ആലക്കോട് 2ാം സ്ഥാനവും നേടി. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MV രാഘവൻ സമ്മാന വിതരണം നിർവഹിച്ചു. അജാനൂർ പഞ്ചായത്തിൽ മഴക്കാല പൂർവ്വ ശുചീകരണത്തിന് തുടക്കമായി. വിവിധ ടൗണുകൾ കേന്ദ്രീകരിച്ചാണ് ശുചീകരണ പ്രവൃത്തി നടക്കുന്നത്. മഴക്കാല രോഗങ്ങളെയും പകർച്ചവ്യാധികളെയും തടയുന്നതിന്റെ ഭാഗമായാണ് ആരോഗ്യവകുപ്പ് ജനപങ്കാളിത്തത്തോടെ ശുചീകരണ പ്രവർത്തനങ്ങൾ തുടങ്ങിയത്. മഴക്കാലത്ത് പടരാനിടയുള്ള രോഗങ്ങളെ തടയുന്നതിന്റെ ഭാഗമായി ശുചീകരണ യജ്ഞം സംഘടിപ്പിക്കുകയായിരുന്നു. അജാനൂർ പ്രാഥമികാരോഗ്യ കേന്ദ്രം ഗ്രാമപഞ്ചായത്തുമായി സംയുക്തമായാണ് ശുചീകരണ പരിപാടി സംഘടിപ്പിച്ചത്. സന്നദ്ധ സംഘടനകളും ക്ലബ്ബുകളും പരിപാടിയുമായി കൈകോർത്തു. നോർത്ത് കോട്ടച്ചേരി ടൗണിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടന്നു.
മാവുങ്കാൽ, വെള്ളിക്കോത്ത്, മടിയൻ തുടങ്ങിയ ടൗണുകളും ശുചീകരിക്കും. പൊതുസ്ഥാപനങ്ങൾ, വ്യാപാര സ്ഥാപനങ്ങൾ, വീടുകൾ തുടങ്ങിയവ കേന്ദ്രീകരിച്ചുള്ള ശുചീകരണവും നടക്കും. പ്രവർത്തനങ്ങൾക്ക് ഹെൽത്ത് ഇൻസ്പെക്ടർ മധുസൂദനൻ, രമേശൻ, ബിജു, വിനോദ്, ലേഡി ഹെൽത്ത് ഇൻസ്പെക്ടർ അനിത, JPHN, ഷൈനി, രജനി തുടങ്ങിയവർ നേതൃത്വമേകി. കേരള സ്റ്റേറ്റ് കുക്കിംഗ് വർക്കേഴ്സ് ഫെഡറേഷൻ കാഞ്ഞങ്ങാട് മണ്ഡലം കമ്മിറ്റി ഏകദിന പഠന ക്ലാസ് സംഘടിപ്പിച്ചു. വിഷു കിറ്റ് വിതരണവും ഇതോടനുബന്ധിച്ച് നടന്നു. ജനങ്ങളുടെ ആരോഗ്യ സുരക്ഷ ലക്ഷ്യമിട്ട് പോഷകസമൃദ്ധമായ ആഹാര ഘടകങ്ങൾ ഉപയോഗിച്ചുള്ള പാചകം ലക്ഷ്യമിട്ടാണ് പഠന ക്ലാസ് സംഘടിപ്പിക്കുന്നത്. കേരള സ്റ്റേറ്റ് കുക്കിംഗ് വർക്കേഴ്സ് ഫെഡറേഷൻ കാഞ്ഞങ്ങാട് മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് ഏകദിന പഠന ക്ലാസ് നടന്നത്. നഗരസഭാ ചെയർമാൻ VV രമേശൻ പഠന ക്ലാസ് ഉദ്ഘാടനം ചെയ്തു. നമുക്ക് ഒറ്റയ്ക്കൊന്നും ചെയ്യാൻ വേണ്ടി കഴിയില്ല. പക്ഷെ ഒരു സംഘടന ഉണ്ടായാൽ നമുക്ക് പലതും ചെയ്യാൻ വേണ്ടി കഴിയും. നമ്മൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളിൽ പലരും പരിഹരിക്കാൻ വേണ്ടി കഴിയും. കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ എന്ന് ഒരു ചൊല്ലുണ്ട്. നമ്മൾ സംഘടിതരാണെങ്കിൽ നമ്മുടെ മുമ്പിൽ അധികാരികൾ നമ്മുടെ അവകാശങ്ങൾ കേൾക്കാൻ വേണ്ടി തയ്യാറാണ്, നമ്മുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ തയ്യാറാണ്. M. അബൂബക്കർ അധ്യക്ഷനായി. നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MP ജാഫർ, രാഘവൻ കരിമ്പിൽ, അബ്ദുൾ റസാഖ്, A. പ്രഭാകരൻ തുടങ്ങിയവർ സംസാരിച്ചു. കാസർഗോഡ് ഫുഡ് സേഫ്റ്റി ഓഫീസർ പ്രദീപ് കുമാർ ക്ലാസ് എടുത്തു. വിഷു കിറ്റ് വിതരണവും നടന്നു. സനമായി പ്രധാന വാർത്തകൾ വീണ്ടും. മനസ്സിൽ ആഹ്ലാദത്തിന്റെ കൊന്ന പൂത്തു, നാടും നഗരവും വിഷുലഹരിയിൽ. ഗാസി കേസ് CBI പുനരന്വേഷണം തുടങ്ങി. അന്വേഷണം തിരുവനന്തപുരം യൂണിറ്റിലെ സൂപ്രണ്ട് ഡാർവിന്റെ നേതൃത്വത്തിലുള്ള സംഘത്തിന്. കവലപ്രസംഗങ്ങളിൽ സമയം പാഴാക്കുന്നില്ല. സ്ഥാനാർത്ഥികൾ വോട്ടർമാരെ നേരിട്ട് കണ്ട് വോട്ടഭ്യർത്ഥിക്കുന്ന തിരക്കിൽ. കാഞ്ഞങ്ങാട് നഗരത്തിലെ ട്രാൻസ്ഫോമറിൽ തീ പടർന്നു. ഒഴിവായത് വൻ ദുരന്തം. മധൂർ ക്ഷേത്ര മഹോത്സവം തുടങ്ങി. വിഷുനാളിൽ ദീപോത്സവം. അഖില കേരള നാടകോത്സവം 16-ന് തുടങ്ങും. ആതിഥ്യമരുളി ജ്വാല കരുവാക്കോട്. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുന്നു. നമസ്കാരം.